നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിലെ അധ്യയനം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം പ്രധാനാധ്യാപികയെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് പ്രധാനാധ്യാപിക ഓഫീസിന്റെ താക്കോൽ അധികൃതരെ ഏൽപ്പിക്കാത്തതാണ് അധ്യയനം തടസ്സപ്പെടാൻ കാരണം. ചൂണ്ടൽ പുതുശ്ശേരി അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കമായി. പൂരത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശികം ചാനലിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ ആസ്വദിക്കാം. തിങ്കളാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം നിർമാല്യ ദർശനം, ഉഷപൂജ, നടക്കൽപ്പറ, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് പുതുശ്ശേരി കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തട്ടകത്തെ 17 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ നാട്ടിടവഴികളിലൂടെ പ്രദക്ഷിണം നടത്തി വൈകിട്ട് 4 മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. ഉച്ചതിരിഞ്ഞ് 5:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാണ്ടിമേളത്തിൽ കുമ്പളങ്ങാട് രാമചന്ദ്രൻ പ്രമാണിത്വം വഹിക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ആമ്പാടി ബാലൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ ഉൾപ്പെടെ 35ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പാരമ്പര്യ വേലകളും തെയ്യം, മറ്റ് വാദ്യഘോഷങ്ങളും പൂരാഘോഷത്തിന് മാറ്റേകി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. കോൺഗ്രസുകാർക്ക് എഴുത്തും വായനയുമില്ലെന്നും അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേയുള്ളൂവെന്നുമാണ് പൊതുധാരണയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യം വെട്ടാനും കൊല്ലാനുമുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂരിൽ മുൻ MP TN പ്രതാപന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു KC വേണുഗോപാൽ. പൊതുപ്രവർത്തന രംഗത്തെ സത്യസന്ധനായ മനുഷ്യനാണ് TN പ്രതാപൻ. ബിരുദാനന്തര ബിരുദങ്ങളുടെ വിശേഷണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ജീവിതത്തിന്റെ പൊള്ളുന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പ്രതാപൻ ചേർത്ത് നിർത്തുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു. പ്രതാപനെക്കുറിച്ച് ഡോക്ടർ NS അബ്ദുൾ ഹമീദ് എഴുതിയ ഇങ്ങനെയൊരാൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. സംവിധായകൻ ഷിയാസ് പുസ്തകം ഏറ്റുവാങ്ങി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. ഡോക്ടർ NS അബ്ദുൾ ഹമീദ്, നേതാക്കളായ TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻകുട്ടി, ജോസഫ് ചാലിശ്ശേരി, TS അജിത് തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകം ഒരു കമ്മ്യൂണിസ്റ്റുകാരും വായിക്കാറില്ല. അവനാകെ വായിക്കുന്നത് ആളെ വെട്ടിക്കൊല്ലാനുള്ള സാഹിത്യമാണ് വായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല. പ്രതാപൻ, ഞാൻ പറഞ്ഞു, പ്രതാപൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും അങ്ങനെ ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഉന്നത നിലകളിൽ പഠിക്കാനുള്ള അവസരം ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് വീടിന്റെ ചുറ്റുപാടുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ആ പരിമിതികളെ മറിഞ്ഞു കിടക്കാൻ തക്കവണ്ണമുള്ള മലയാള ഭാഷയെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഗൃഹപാഠം പ്രതാപൻ കുറെ കാലം നടത്തിയിട്ട് അതിൻ്റെ ഫലം കൂടിയാണ് ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് പുറത്തു വരുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് ഈ പൊതുപ്രവർത്തനത്തെക്കുറിച്ച് ഓർത്ത് നന്നായിട്ട് അഭിമാനിക്കാമെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കടപ്പുറം പഞ്ചായത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴയും CPM പ്രവർത്തകൻ കോഴിക്കുളങ്ങര KS അനൂപും BJP അംഗത്വം സ്വീകരിച്ചു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിനെ തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസ് അംഗത്വവും നളിനാക്ഷൻ രാജിവെച്ചിരുന്നു. KS അനൂപ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോഴിക്കുളങ്ങര വാർഡിൽ നിന്ന് പാർട്ടിക്ക് റിബലായി മത്സരിച്ചിരുന്നു. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരനിൽ നിന്നാണ് ഇരുവരും അംഗത്വം സ്വീകരിച്ചത്. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയുടെ ഭാഗമായി വെള്ളാറ്റഞ്ഞൂർ ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടത്തി. കൂട്ടുമുച്ചിക്കൽ ക്ഷേത്രം മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യർ പ്രകാശനം നിർവഹിച്ചു. കൂട്ടുമുച്ചിക്കൽ ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ദേശകുതിര കമ്മിറ്റി പ്രസിഡന്റ് KM ഭവിൻ, സെക്രട്ടറി PR ഹർഷൻ, ട്രഷറർ ദർദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 23 വൈകിട്ട് 6:30 വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കുതിര എഴുന്നള്ളിക്കും. പറക്കാട് തങ്കപ്പന്മാരാർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. വേൾഡ് കരാട്ടെ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രീമിയർ ലീഗ് 1-ൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ നേടി വടക്കേകാട് നായരങ്ങാടി സ്വദേശിനി KP മിതാലി. UAE-യിലെ ഫുജേറയിൽ ഫെബ്രുവരി 12 മുതൽ 15 വരെ നടക്കുന്ന മത്സരത്തിൽ കത്ത വിഭാഗത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഏക താരമായി മിതാലി ഗൾഫിലേക്ക് പോകുന്നത്. കരാത്തെ ജീവിതത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും 1-ാം സ്ഥാനം നേടിയാണ് ഇപ്പോൾ അപൂർവ നേട്ടം മിതാലി കൈവരിച്ചിരിക്കുന്നത്. 3 വയസ്സു മുതൽ കരാത്തെ അഭ്യസിച്ചു വരുന്ന മിതാലി കിനോജി-റു ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർഷൽ ആർട്സിൽ സെൻസേ സുനിലിന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്. കേരള ഗവൺമെന്റിന്റെ കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള
സംസ്ഥാന തല ചാമ്പ്യൻഷിപ്പുകളിൽ 2 വർഷമായിട്ട് ആൾ ഗോൾഡ് മെഡലിസ്റ്റാണ് കത്ത വിഭാഗത്തിൽ. ഈ പ്രായത്തിൽ ഇത്തരത്തിലൊരു അവസരം വേൾഡ് കരാട്ടെ ഫെഡറേഷന് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം മിതാലിക്ക് ലഭിച്ചു. വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു കരാത്തെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ 2 വർഷമായി സ്പോർട്സ് കൗൺസിൽ അംഗീകൃത സംസ്ഥാനതല മത്സരങ്ങളിൽ തുടർച്ചയായി 1ാം സ്ഥാനം സ്വന്തമാക്കി മിതാലി കേരള കരാത്തെ രംഗത്തെ ശ്രദ്ധേയമായ യുവതാരമാണ്. നായരങ്ങാടി സ്വദേശികളായ പ്രബീഷ് ധന്യ ദമ്പതികളുടെ മകളായ മിതാലി ഹോളിക്രോസ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പേര് മിതാലി എന്നാണ്. ഞാനൊരു 3 വയസ്സ് തൊട്ട് കരാത്തെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സെൻസൈഡ് അവിടെയാണ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ WKF വേൾഡ് കരാത്തെ ഫെഡറേഷൻ്റെ ടൂർണമെൻറ്റിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കുജേരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കുന്നംകുളത്ത് ഒരു 1.5 കൊല്ലമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ പ്രൈസ് അടിക്കാൻ പറ്റുമെന്നാണ് ആഗ്രഹം. പഠനത്തിനൊപ്പം തന്നെ കൃത്യമായ പരിശീലനത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കടവല്ലൂർ കല്ലുംപുറം കിനോജി റിയു ഇന്ത്യ മാർഷൽ ആർട്സ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മിതാലിക്ക് യാത്രയപ്പും നൽകി. അവളെ പങ്കെടുത്ത എല്ലാ ചാമ്പ്യൻഷിപ്പുകൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത്. വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ പ്രീമിയർ ലീഗിൽ കുജേറയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ട് മിതാലിക്ക്. നമ്മുടെ അക്കാദമിയായ കിനോജി റിയു ഇന്ത്യയുടെ അഭിമാനമായ മിതാലി അവളുടെ പേര് ഉയരങ്ങളിലെത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,560 രൂപ, സ്വർണം പവന് 1,16,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചരമം: കോട്ടപ്പടി ചുങ്കത്ത് ഔസേഫ് വിൻസെന്റ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ബേബി ഭാര്യയാണ് ദീപ്തി, ദിലീപ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.